എനിക്ക് മെഷീനിൽ ചെയ്യിപ്പിക്കുന്നതിന്റെ മുന്നേ തന്നെ പേടിയാവാൻ തുടങ്ങും കേട്ടോ. എന്നെ ചെയ്യിപ്പിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ കരഞ്ഞു വിളിക്കാൻ തുടങ്ങും. എനിക്ക് ഭയങ്കര പേടിയാട്ടോ, ഭയങ്കര വേദനയാവൂലെന്ന് ചോദിച്ചിട്ട് ഈ ലെഗിന്റെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് തിരിയാത്തൊരവസ്ഥ കേട്ടോ. അങ്ങനെ എല്ലാരും കൂടെ പിടിച്ച് എന്നെ എന്റെ മുകളിൽ കയറ്റിയിരുത്തി. അപ്പുറത്തെ രണ്ടെണ്ണത്തിൽ ഞാൻ മെല്ലെ കഴിച്ചിലായിട്ട് വന്നതായിരുന്നു കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ പിന്നെ ചെയ്യാതിരിക്കാൻ വേറെ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ലേ. അങ്ങനെ കയറി ഇരുന്നിട്ട് എനിക്ക് വയ്യെ രക്ഷിക്കണേന്നൊക്കെ ഒത്തിരി കാറി നോക്കിട്ടോ, ഒന്നും ഇവര് സമ്മതിക്കുന്നില്ലേ. അങ്ങനെ സാധനം ചെയ്യിപ്പിക്കുവാണെ. സാധനം ഇങ്ങനെ 1, 2 എണ്ണി സാക്ക് വലിയ വിഷയങ്ങളില്ലാതെ സെറ്റുകൾ രണ്ടെണ്ണം അങ്ങോട്ട് കടന്നു പോയിട്ടോ. മൂന്നാമത്തെ സെറ്റ് എത്തിയപ്പോഴത്തേക്കാണ് കുറച്ചൊരു വിഷമായി തുടങ്ങിയത്. നടക്കും സാധ്യമാവും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ വിട്ടു കേട്ടോ. എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോ ഒരു മരവിപ്പ് മാത്രമേ ഉള്ളൂ, ഒരു വേദന ഇല്ലാന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. അത് ഇനി ഉണ്ണിക്കുട്ടനെ പിടിച്ച ഉണ്ണിക്കുട്ടനെ എപ്പോഴും പറയാറുണ്ട് കേട്ടോ, കരഞ്ഞോണ്ട് ഇറങ്ങിയാലാണ് നല്ല എഫക്ട് കിട്ടുക എന്ന്. അങ്ങനെ ഉണ്ണിക്കുട്ടന്റെ കരച്ചിലും നിലവിളിയും കാണാൻ പറ്റി, സാറിന്റെ കരച്ചിലും നിലവിളിയും കാണാൻ പറ്റി കേട്ടോ. ഞാൻ പിന്നെ എപ്പോഴും കരച്ചിലായതുകൊണ്ട് അതിന് വലിയൊരു കാര്യമില്ലാത്തൊരവസ്ഥയാണ്. ഉണ്ണിക്കുട്ടൻ കരഞ്ഞ് നിരങ്ങിയൊക്കെ കേട്ടോ ഇറങ്ങി പോകുന്നത്. സാ ആണി പിന്നെയും കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് ഒന്ന് സഹായിക്കണം കേട്ടോ എല്ലാവരും. അങ്ങനെ ഉഷാറായിട്ട് ഞങ്ങളുടെ ഓരോ ദിവസത്തെ വർക്കും പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്നെ പിന്നെയും കയറ്റി ഇരുത്തുന്നുണ്ട്. കാലക്കൂടെ പൊട്ടി പറഞ്ഞ് എങ്ങോട്ടാ പോണേയും തിരിയുന്നില്ല കേട്ടോ. പക്ഷെ ഇത് ചെയ്യാതിരിക്കാനും പറ്റത്തില്ലല്ലോ. നമ്മുടെ ലെഗ് നല്ല സ്ട്രോങ് ആയാലേ നമുക്ക് ബാക്കി കാര്യത്തിൽ സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. വേദനിച്ചിട്ട് ഒരു വിറയൊക്കെ വന്നു കേട്ടോ എനിക്ക്. ഉണ്ണിക്കുട്ടന്റെ നിലവിളി പിന്നെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനിങ്ങനെ ആസ്വദിക്കാറുണ്ട് ഇവരുടെ നിലവിളി.